സംസ്ഥാൻ കാർഷിക ദിനാഘോഷം ചട്ടങ്കണിൻ്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് അവർകൾ, ഈ പരിപാടിയുടെ ഉദ്ഘാടക ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകൾ, ബഹുമാനപ്പെട്ട എല്ലാ മന്ത്രിമാരെ, എം പീസ്, എം എൽ എസ്, ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കർഷകരെ, ഉദ്യോഗസ്ഥരെ, മാധ്യമപ്രവർത്തകരെ, ഇന്ന് ഒരു വളരെ മഹത്തായ ദിവസമാണ്. മലയാളം ന്യൂ ഇയറിൽ ചിങ്ങമാസത്തെ ഒന്നാം ദിവസം എല്ലാ വർഷം കാർഷിക ആയിട്ട് ആഘോഷിക്കുകയാണ്. 2026 സംസ്ഥാന കാർഷിക ദിനാഘോഷം ഈ അവസരത്തിൽ 2025 സംസ്ഥാന കാർഷിക അവാർഡ്സ് വിതരണം ചടങ്ങുകളിലേക്ക് എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ത്യ രാജ്യത്തിൽ GDPയുടെ 20% കാർഷിക മേഖലയുടെ സംഭാവനയാണ്. ഇന്ത്യ പോപ്പുലേഷൻ്റെ 50% പോപ്പുലേഷൻ അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഏകദേശം 70 ലക്ഷത്തോളം കുടുംബങ്ങളാണ്. ഔട്ട് ഓഫ് ദാറ്റ് ഏകദേശം 20 ലക്ഷം കുടുംബങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ സ്റ്റേറ്റ് GDPൻ്റെ 9% കോൺട്രിബ്യൂഷൻ അഗ്രികൾച്ചർ അലൈഡ് സെക്ടറിൻ്റെ ആണ്. ഈ അഗ്രികൾച്ചർ സെക്ടറിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി ഉള്ള സ്കീംസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ ബജറ്റിൽ 585 crore രൂപയുടെ വാർഷിക പദ്ധതികൾ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിൽ നെൽകൃഷി വേണ്ടി 84 കോടിയാണ്, തേങ്ങ കൃഷിക്ക് 63 കോടിയാണ്, പച്ചക്കൃഷി വികസനത്തിന് 58 കോടി രൂപയാണ് മെയിൻ സ്കീംസാണ്. മൊത്തം 42 സ്കീംസാണ് ഈ പദ്ധതി ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സ്പോൺസർഡ് സ്കീംസാണ്, RKVY ആണ്, പ്ലായ് സ്കീംസാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻ, ന്യൂ ജനറേഷൻ വിമൻ ഫാർമേഴ്സ് വേണ്ടി നമുക്ക് സ്പെഷ്യൽ എംഫാസിസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2500 സ്കൂൾസിൽ നമുക്ക് കതിർ കാർഷിക ക്ലബ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2921 സ്കൂളിൽ ന്യൂട്രീഷൻ ഗാർഡൻ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാർമേഴ്സ് സെലിബ്രേഷൻ നടക്കുകയാണ്. ഈ പരിപാടിയിൽ ഇപ്പോൾ വനിതാ കർഷകർക്ക് സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടി സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചർ സ്കീം വേൾഡ് ബാങ്ക് വഴി കേര സ്കീം ഈ സ്റ്റേറ്റിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. ഈ സ്കീമിൽ നമുക്ക് പല കോമ്പണൻസ് ആണ്: ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, വാല്യൂ ചെയിൻ ഡെവലപ്മെൻറ്റ്, പ്രൊഡക്റ്റീവ് അലയൻസ്. ഈ സ്കീമിൽ മൊത്തം ഏകദേശം 2400 crore rupees ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ആണ് നടക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടറിൽ കുറച്ച് ചലഞ്ചസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ് ആണ്. വെതർ ഇഷ്യൂസ് ആണ്, പിന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാർമേഴ്സ്ക്ക് നല്ല വില കിട്ടാൻ വേണ്ടി ചില സ്റ്റെപ്സ് നമുക്ക് എടുക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇഷ്യൂ ആണ്. ക്ലൈമറ്റ് ചേഞ്ച്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഒരു വലിയ ഇഷ്യൂ ആണ്. ഈ കാർഷിക ദിനം ഈ അവസരത്ത് ഫാർമേഴ്സ് ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് വേണ്ടി ഈ ഡെഡിക്കേറ്റഡ് ആണ്. ഇന്ന് ഈ അവസരത്തെ 38 വിഭാഗങ്ങളിലായി സംസ്ഥാന കർഷക അവാർഡുകൾ സമ്മാനിക്കുമ്പോൾ നാം ആദരിക്കുന്നത് ഓരോ പുരസ്കാരം ജേതാവിൻ്റെ വ്യക്തിഗത നേട്ടങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും മുന്നോട്ട് പോകാൻ വേണ്ടി അവർ നൽകിയ കോൺട്രിബ്യൂഷൻ ആണ്.
എല്ലാ പുരസ്കാർ ജേതാക്കൾക്ക് ഈ അവസരത്തെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. സംസ്ഥാന കാർഷിക ദിനാഘോഷത്തിൻ്റെ ഈ മഹത്ത വേദിയിലേക്ക് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യാൻ ആണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സിദ്ദീഖ് അവർകളാണ്. സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് പുതിയ ദിശയും കരുത്തു പകരുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയെ ഈ ചടങ്ങുകളിൽ അധ്യക്ഷ സ്ഥാനത്ത് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരണീയായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കുറച്ച് സമയത്ത് അദ്ദേഹം ഇവിടെ വരും. ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നത്. ഈ ചടങ്ങുകളിൽ എത്തിച്ചേർന്ന നമുക്ക് ശ്രീ വി അബ്ദുൽ ഗഫൂർ ബഹുമാനായ മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരും എല്ലാവരുടെ പേരും സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഹൈബി ഈഡൻ ബഹുമാനപ്പെട്ട എറണാകുളം MP, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ബഹുമാനായ രാജ്യസഭ MP, ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് JB മേത്തർ ബഹുമാനപ്പെട്ട രാജ്യസഭ MP, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബെന്നി ബെഹനൻ ബഹുമാനായ ചാലക്കുടി MP, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ബഹുമാനപ്പെട്ട കോട്ടായം MP, അദ്ദേഹത്തിന് ഞാൻ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അൻവർ സാദത്ത് ബഹുമാനായ അൽവ MLA, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ TJ വിനോദ് ബഹുമാനായ എറണാകുളം MLA, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മാത്യു കുൾനാടൻ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ MLA, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മനോജ് മുത്തേട്ടൻ ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ MLA, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ടോണി ചെമനി ബഹുമാനപ്പെട്ട വൈപ്പിൻ MLA, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദീപക് ജോയ് ബഹുമാനപ്പെട്ട തിരുപ്പുണിത്തറ MLA, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് മിനി മോൾ VK ബഹുമാനായ മേയർ കൊച്ചി നഗരസഭ, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. പത്മശ്രീ അവാർഡ് വിന്നർ ബഹുമാനപ്പെട്ട ചിരുവൻ രാമൻ, അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ TV സുഭാഷ് IAS സ്പെഷ്യൽ സെക്രട്ടറി കൃഷി വകുപ്പ്, അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി G പ്രിയങ്ക ജില്ലാ കളക്ടർ എറണാകുളം, ഞാൻ ഈ അവസരത്തെ അവർക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജയമൻ മനക്കാടൻ കലമശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ, ഞാൻ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, വന്നിട്ടുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ് ബഹുമാനപ്പെട്ട കൊച്ചി MLA, ഞാൻ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സാജു K സുരേന്ദ്രൻ, ഞാൻ അദ്ദേഹത്തിന് ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ M ജുനൈദ് ബുഷ്രി QSET VC, ഞാൻ അവർ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷാജി കുറുപ്പശ്ശേരി കുമ്പലങ്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ അവർക്ക് സ്വാഗതം ചെയ്യുന്നു. INC പ്രതിനിധി ശ്രീ ജോസഫ് ആൻ്റോണി, ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. ശ്രീ TA നവാസ് ബോർഡ് മെമ്പർ KCRDB, ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. സേവി കുഷിങ്കൽ
കേരള കോൺഗ്രസ് പ്രതിനിധി, ഞാൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും, വിശിഷ്ട വ്യക്തികളെ, എല്ലാ ഫാർമേഴ്സ്, എല്ലാ മീഡിയ പേഴ്സൺസ്, ഞാൻ എല്ലാവർക്കും ഈ അവസരത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വളരെ ഓസ്പീഷ്യസ് ഒക്കേഷനാണ് ನಮ್ಮ കൃഷി വിഭാഗത്തിന് വേണ്ടി. നമ്മൾ കൃഷി വിഭാഗ് ഡെവലപ്മെൻറ്റ് വേണ്ടി, ഫാർമേഴ്സ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമം നടക്കുകയാണ്. ഈ ഇന്ന് കാർഷിക ദിനം ഡോക്ടർ പരിപാടിയിൽ വൺസ് അഗൈൻ ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്തിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാനതല കർഷക ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള കർഷക അവാർഡ് വിതരണത്തിനായി ഈ ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിനായി എത്തിച്ചേരേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളാണ്. അദ്ദേഹം ഉടൻ തന്നെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരും. അതിനു മുൻപായി പ്രിയമുള്ളവരെ, ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അല്പസമയത്തിനകം ഈ വർഷത്തെ കർഷക ദിന ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ പരിപാടിയിൽ അടുത്തതായി അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ ശ്രീ V. അബ്ദുൽ ഗഫൂറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, കൃഷി വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനായ അഡ്വക്കേറ്റ് T. സിദ്ദീഖ്, വേദിയിലുള്ള ബഹുമാനരായ MP മാർ ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ ഹാരിസ് ബീരാൻ, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ബഹുമാനരായ MLA മാർ ശ്രീ അൻവർ സാദത്ത്, അതുപോലെ ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ ടോണി ചമ്മണി, ശ്രീ ദീപക് ജോയ്, ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ ഷിബു തെക്കുംപുറം ഉൾപ്പെടെയുള്ള ബഹുമാനരായ MLA മാർ, ശ്രീമതി ഉമ തോമസ്, വേദിയിലുള്ള ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ചിങ്ങം 1 കർഷക ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള കർഷക ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഇന്ന് വളരെ വിപുലമായി ഈ കർഷക ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി തന്നെ 2 പ്രാവശ്യം ഇവിടെ വരികയും യോഗം ചേരുകയും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുൻപിൽ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്ത പരിപാടികളാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് രാവിലെ നേരത്തെ തന്നെ എത്തി ഈ നമ്മുടെ പരിപാടി നടക്കുന്നതിന് പുറത്ത് ഏർപ്പാട് ചെയ്തിട്ടുള്ള സ്റ്റോളുകൾ, എല്ലാ സ്റ്റോളുകളും അദ്ദേഹത്തോടൊപ്പം സന്ദർശിക്കുകയുമുണ്ടായി. വിവിധ ഉൽപ്പന്നങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നൂതനമായ ടെക്നോളജി, കാർഷിക രംഗത്ത് ഉപയോഗിക്കേണ്ട ടെക്നോളജികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള കർഷകർക്ക് ഉപകാരപ്പെടുന്ന സ്റ്റോളുകൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ കർഷക ദിനാഘോഷം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃഷി വകുപ്പ് നമുക്കെല്ലാം അറിയുന്നത് പോലെ കൃഷി വകുപ്പ് വളരെ പുതിയ പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇത് വനിതാ കർഷക വർഷം കൂടിയാണ്. കൃഷി വകുപ്പ് കൃഷി സഖി എന്ന് പറയുന്ന വനിതാ കർഷകർക്കുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ യുവാക്കൾക്ക്, കുട്ടികൾക്ക് കൃഷിയിൽ താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഖദർ എന്ന പരിപാടിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മുടെ പാഠ്യപദ്ധതിയിൽ കൃഷിയെക്കുറിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട്
കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പുതിയ വിദ്യകളെക്കുറിച്ചുമൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനും അങ്ങനെ ബോധവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ മികച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നൽകുവാൻ തീരുമാനിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കൂടി ചേർന്നുകൊണ്ട് കൃഷി വകുപ്പ് കതിർ എന്ന് പറയുന്ന പ്രോഗ്രാം കൂടി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മുമ്പ് ലോകത്തെവിടെയും എന്ത് വിഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് അത് ഇവിടെ എത്തിച്ച് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകക്രമം മാറുന്നതിനനുസരിച്ച് നമുക്ക് പല സാധനങ്ങളും ലോകത്ത് ലഭ്യമാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നൊരു സമയത്ത് കൃഷിയിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് കൃഷി വകുപ്പ് മുമ്പോട്ട് പോകുന്നത്. ഈ ഏറ്റവും നല്ല രീതിയിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കൃഷി വകുപ്പിനും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് ഇവിടെ ഈ കർഷക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണം കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. സംസ്ഥാനതല കർഷക ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലിരിക്കുന്ന മന്ത്രിമാരടക്കമുള്ള ബഹുമാനിരായ ജനപ്രതികൾ, ഈ കാർഷിക ദിനത്തിൽ പങ്കെടുക്കുന്നതിനും അതിൻ്റെ പ്രാധാന്യം മനസ്സിൽ ഉൾക്കൊള്ളുന്നതിന് തയ്യാറായി വന്നിരിക്കുന്ന ബഹുമാനിരായ സഹോദരി സഹോദരന്മാരെ, കർഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ചിങ്ങമൊന്ന് ആഘോഷകരമായി ആർഭാടകരമായി നമ്മൾ ആഘോഷിക്കുകയാണ്. ചിങ്ങമൊന്നിൻ്റെ പ്രാധാന്യം കേരളീയ സംസ്കാര പൈതൃകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ ആഘോഷ പരിപാടികളുടെയും ഓണം ഉൾപ്പെടെയുള്ള ദേശീയ ഉത്സവങ്ങളെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് വരിക്കുന്ന ഒരു സുദിനമാണ്. കാർഷിക ദിനമായി ഇതിനെ ആചരിക്കുന്നു. ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാർഷിക മേഖലയിൽ ആവിഷ്കരിക്കാൻ പോകുന്ന നയപരിപാടികളെക്കുറിച്ച് ആദരണീയനായ മുഖ്യമന്ത്രിയും കൃഷി വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്നേഹിതൻ ശ്രീ സിദ്ദിഖും ഇവിടെ ആധികാരികമായി സംസാരിക്കുന്ന സംശയമില്ല. കൃഷിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. അന്നമാണ് ഏറ്റവും വലിയ ഔഷധം. ആ ഔഷധത്തെ അതിൻ്റെ പരിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. കാലം മാറുന്നു, സാങ്കേതിക വിദ്യകൾ വളരുന്നു. ആ മാറുന്ന സാങ്കേതിക വിദ്യകൾ നമ്മുടെ കാർഷിക മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് ആവശ്യം. ആധുനിക കാർഷിക മാറ്റങ്ങളനുസരിച്ച് നമ്മളുടെ വിളയെ പരിപാലിക്കാൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകൾ വേണം. നമ്മളുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നതാണ്. ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നത് ഇടനിലക്കാരാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കർഷകരുടെ വിപണന മേഖല, മാർക്കറ്റിംഗ് കൂടുതൽ സജ്ജമാക്കാൻ ഇന്ന് വിളവെടുപ്പ് തുടങ്ങുന്നത് നമുക്കറിയാം. മാർക്കറ്റിൽ അതിനെ നിയന്ത്രിക്കുന്നത് കൃഷി ചെയ്യുമ്പോൾ തന്നെ ചില ഏജൻസികൾ കടന്നു വന്ന് മൊത്തമായി അത് ഏറ്റെടുക്കുന്നു, പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ. നമുക്ക് ആധുനിക സൗകര്യങ്ങളിലൂടെ ഏത് കാലഘട്ടത്താണ് വിളവെടുപ്പ് നടക്കേണ്ടത്, എപ്പോഴാണ് വിളവെടുപ്പ് നടക്കേണ്ടത് തുടങ്ങി അറിയാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ മണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് നിലനിർത്തണം. ആധുനിക ലോകത്തിൽ നമ്മുടെ കാർബൺ വിപണി എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. പുതിയ സമൂഹം, ചെറുപ്പക്കാർ കാർഷിക രംഗത്തെ കടന്നു വരണമെങ്കിൽ കൃഷിഭൂമി
കാർഷിക വൃത്തി അനായാസകരമായി മാറണം. അത്തരം ദീർഘവീക്ഷണത്തോടുകൂടി പരിപാടിയിൽ ആസൂത്രണം ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടകൻ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളാരും ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഓണാശംസകൾ എന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആദരണീയനായ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നിൻ ചിങ്ങത്തിന്റെ പൊൻപുലരിയിലേക്ക് കേരളം കടക്കുന്നു. പുത്തൻ പ്രതീക്ഷകളുടെയും സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും മറ്റൊരു ചിങ്ങം കൂടി നമ്മെ തേടിയെത്തുമ്പോൾ ഇന്ന് ഈ കർഷക ദിനാഘോഷ ചടങ്ങിൽ കർഷക അവാർഡ് വിതരണത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശിഷ്ടാതിഥികളെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചടങ്ങിന്റെ അധ്യക്ഷനും വ്യക്തമായ ദിശാബോധത്തോടെയും ദീർഘവീക്ഷണത്തോടെയും നൂതന ആശയങ്ങളിലൂടെ കാർഷിക കേരളത്തെ മുന്നോട്ട് നയിച്ച് കർഷകരെ ചേർത്ത് നിർത്തുന്ന പ്രിയങ്കരനായ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ശ്രീ T. സിദ്ദിഖ് അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനും ആദരണീയനുമായ ജനാധിപത്യ കേരളത്തിന്, കാർഷിക കേരളത്തിന് ഊർജ്ജസ്വലമായി നേതൃത്വം കൊടുക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുമ്പോൾ അതിൽ എല്ലാ സന്ദർഭങ്ങളിലും ഇടപെടുകയും മാർഗനിർദ്ദേശം നൽകുകയും ഏറ്റവും അവസാനം നെല്ല് സംഭരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിങ്ങം 1 മുമ്പ് എല്ലാ വർഷവും വലിയ രീതിയിലുള്ള ബാലൻസ് വെച്ച് കർഷകർ മുഴുവൻ പ്രക്ഷോഭത്തിലേക്ക് കടന്നു പോകുന്ന സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം നെൽകർഷകർക്ക് വേണ്ടി 150 കോടി രൂപ അധികമായി നൽകാൻ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഏറെ ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആദരണീയനായ VD സതീശൻ അവർകൾ, പ്രിയപ്പെട്ട മത്സ്യബന്ധന സാമൂഹ്യ നീതി വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ പ്രിയ സഹപ്രവർത്തകൻ ശ്രീ V. അബ്ദുൽ ഗഫൂർ, ഏറെ ബഹുമാന്യരായ MP-മാർ, പ്രിയപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഇതിലെ എല്ലാ അവലോകന യോഗങ്ങളിലും നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഊർജ്ജസ്വലമായി നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരൻ ശ്രീ റോജി M. ജോൺ, പ്രിയപ്പെട്ട എറണാകുളത്തിൻ്റെ പാർലമെന്റ് അംഗം ശ്രീ ഹൈബി ഈഡൻ MP, ഏറെ പ്രിയപ്പെട്ട ചാലക്കുടിയുടെ ജനകീയനായ MP ശ്രീ ബെന്നി ബെഹനാൻ അവർകൾ, പ്രിയപ്പെട്ട ശ്രീ രാജ്യസഭാ MP-മാർ ജെബി മേത്തർ, പ്രിയപ്പെട്ട ശ്രീ ഹാരിസ് ബീരാൻ, ബഹുമാന്യനായ കോട്ടയത്തിൻ്റെ ജനപ്രതിനിധി പ്രിയ സ്നേഹിതൻ ശ്രീ ഫ്രാൻസിസ് ജോർജ്, പ്രിയപ്പെട്ട MLA-മാർ, ഈ ജില്ലയിലെ എല്ലാ MLA-മാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സാന്നിധ്യവും ഈ പരിപാടി ധന്യമാക്കുന്നതിന് വേണ്ടി, വിജയകരമാക്കുന്നതിന് വേണ്ടി എല്ലാ പിൻബലവും പിന്തുണയും ലഭിക്കുകയുണ്ടായി. കൃതാർത്ഥതയോടുകൂടി അവരെയൊക്കെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ, ഈ പരിപാടി വിജയിപ്പിക്കാൻ അക്ഷീണമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ജമാൽ മണക്കാടൻ ഉൾപ്പെടെ, കൊച്ചിൻ മേയർ ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട
അവാർഡ് ജേതാക്കളായ ഏറെ ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ട കർഷകർ, ത്രിതല പഞ്ചായത്ത് അവാർഡ് ജേതാക്കൾ, ഈ പരിപാടിയെ ഊർജ്ജസ്വലമാക്കുന്നതിനും ധന്യമാക്കുന്നതിനും കടന്നു വന്നിട്ടുള്ള കർഷക സഹപ്രവർത്തകരും സുഹൃത്തുക്കളും, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. 2026 വനിതാ കർഷക വർഷമാണ്. വനിതാ കർഷക വർഷത്തിലാണ് ഈ വർഷത്തെ ചിങ്ങമൊന്ന് പുതിയ മലയാള വർഷ പുലരി കടന്നു വരുന്നത്. ഈ വർഷം രാജ്യത്തും സംസ്ഥാനത്തും ആദ്യമായി വനിതാ കർഷകർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക പദ്ധതി 5 വർഷത്തേത് നമ്മൾ ആവിഷ്കരിച്ചു. ഐക്യരാഷ്ട്ര സംഘടന 1 വർഷത്തെ വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ 5 വർഷം നീളുന്നതായ പദ്ധതിക്കാണ്, കൃഷി സഖി എന്ന പദ്ധതിക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്ത് പ്രഖ്യാപനം നടത്തി അതിൻ്റെ നിർവഹണത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ നേരിടുന്ന ഗൗരവതരമായ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, ക്ലൈമറ്റിക് ചേഞ്ചിൻ്റെ, ക്ലൈമറ്റിക് വേരിയേഷൻ്റെ, എൽ നിനോയുടെ, ആഗോള താപനത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ. കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള കാർഷിക വൃത്തിയിൽ നിന്നും മാറി കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഘട്ടം ഘട്ടമായി ചുവടുവെപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ചുവട് വെച്ചുകൊണ്ട് സർവകലാശാലയും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ളതായ മീറ്റിങ്ങുകൾ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിർവഹണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ, അതുപോലെ ഡ്രൗട്ട് വരുമ്പോൾ, ഈ 2 സന്ദർഭത്തിലും പകച്ചു നിൽക്കുന്ന കർഷകനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പദ്ധതികളും സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയാണ്. ഈ വർഷത്തെ വെള്ളപ്പൊക്കവും അതിനെ തുറന്നുണ്ടായ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിക്കുകയും അതിനെ തുറന്ന് ബാങ്കിംഗ് ഉദ്യോഗസ്ഥന്മാരുടെയും നബാർഡിൻ്റെയും RBIയുടെ ഉൾപ്പെടെ പ്രതിനിധി ഉൾപ്പെടെ മീറ്റിംഗ് വിളിക്കുകയും എല്ലാ സംവിധാനങ്ങൾക്കും ക്രമപ്പെടുത്തുകയും അതിനുള്ള നടപടികളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഡ്രൈവ് ക്രോപ്പ് ലോസിൻ്റെയും അതുപോലെ പുനർനടിയിൽ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഡിപ്പാർട്ട്മെന്റ് ക്രമീകരിക്കുകയാണ്. ഈ വർഷം പുനർനടിയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ വിത്തും അതിനാവശ്യമായ നടീൽ വസ്തുക്കളും വളമുൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പ്രത്യേകം ഏകോപിപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നെല്ലിന്റെ സംഭരണം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് 3 അംഗ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിൽ ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് മന്ത്രി ഉണ്ടായിരുന്നു, സഹകരണ മന്ത്രി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും മീറ്റിംഗ് നടത്തി. ആദ്യത്തെ ഗഡു അനുവദിച്ചു. പാലക്കാട് പാക്സിനെ ചുമതലപ്പെടുത്തിയ പദ്ധതി മാറ്റി അത് മുഴുവൻ ബാങ്കിംഗ് കൺസോർഷ്യത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഞാൻ പറയുന്നു, കേരളത്തിൽ സമീപകാലത്ത് ആദ്യമായി നെൽ കർഷകർക്ക് കിട്ടാനുള്ള മുഴുവൻ പണവും ജൂൺ മാസം 30 വരെയുള്ളത് പരിപൂർണമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ജൂൺ ഈ 1-ാം തീയതി ചിങ്ങം 1-ന്റെ ഈ മനോഹരമായിട്ടുള്ള വർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വരുന്ന മാസം സെപ്റ്റംബർ മാസം 10-11 തീയതികളിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു നവീകരണത്തിനും ഞങ്ങളുടെ ഡ്രോബാക്കുകളും ഞങ്ങളുടെ സ്ട്രെങ്ത്തും ഞങ്ങളുടെ വീക്ക്നെസ്സും അത് മുഴുവൻ അനലൈസ് ചെയ്ത് പദ്ധതികളും പരിപാടികളും മുഴുവൻ കോർത്തിണക്കി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ദിശപാകാനുള്ള പ്രത്യേകമായിട്ടുള്ള ഇന്റേണൽ സമ്മിറ്റിന് അടുത്ത മാസം 10-11 തീയതികളിൽ കേരളത്തിലെ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാ പദ്ധതികളും എല്ലാ പരിപാടികളും അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ വീക്ക്നെസ്, അതിൻ്റെ ഗ്യാപ്പ്, PSUs ഉൾപ്പെടെ എല്ലാം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്കും പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ കടക്കുകയാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, വനിതകളുടെ കൃഷി സഖി എന്ന് പറയുന്ന പദ്ധതി നമ്മൾ ഏറ്റവും ഊർജിതമായി കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, കേരളത്തിലെ ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്ന് പിറകോട്ട് പോവുകയുണ്ടായി. ആ ചെറുപ്പത്തെ റീകണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും നേതൃത്വം കൊടുത്ത് 4 തവണ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥ തലത്തിലിരുന്നു, വിവിധ കൂടിയാലോചനകൾ നടത്തി. കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുകയാണ്.
ആ കുട്ടികൾക്ക് ഒരു നോഡൽ ടീച്ചറും അതിന് ബാക്കപ്പ് കമ്മിറ്റിയും ഉണ്ടാകും. കതിർ സഞ്ചാരമുണ്ടാകും കാർഷിക മേഖലകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ. കതിർ മാർക്കറ്റുകൾ നമ്മൾ തീരുമാനിക്കുകയാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി അതിനെ സംയോജിപ്പിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ കാർഷിക കതിർ ക്ലബിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ കേരളത്തിൽ ആരംഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും കടന്നു പോവുകയാണ്. ഞാനൊരൊറ്റ കണക്കുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1258 പച്ചക്കറികളിൽ പരിശോധന നടത്തിയപ്പോൾ 122ഓളം വരുന്ന പരിശോധനകൾ ഒറ്റയടിക്ക് നടത്താൻ ശേഷിയുള്ള വെള്ളായണി കാർഷിക ലാബ് ഉൾപ്പെടെ, മണ്ണുത്തി ലാബ് ഉൾപ്പെടെ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ളതായ ലാബുകളിൽ പരിശോധിച്ച സന്ദർഭത്തിൽ അതിൽ 62 എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ക്രമാതീതമായിട്ടുള്ള വിഷാംശവും കണ്ടെത്തുകയുണ്ടായി. പരിഹരിക്കാനുള്ള ഏക മാർഗം കാർഷിക വൃത്തിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കതിർ ക്ലബ്ബുകളും അതുപോലെയുള്ള നൂതനമായ പദ്ധതികളും പരിപാടികളുമായി കേരളത്തിലെ കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ ഒക്കെ കൂടെ പൊതുസമൂഹത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇവിടെ ഒരു കൊച്ചുമിടുക്കൻ ആദിത്യൻ ഇവിടെയുണ്ട്. സംസ്ഥാന തലത്തിലെ വിദ്യാർത്ഥിക്കുള്ളതായിരിക്കുന്ന കൃഷി അവാർഡ് വാങ്ങാൻ കടന്നു വന്നിരിക്കുകയാണ് ആദിത്യൻ കടന്നു വന്നത് കാർഷിക കേരളത്തിന്റെ പുത്തൻ പ്രതീക്ഷയാണ് വിദ്യാർത്ഥികൾ. അതിന്റെ പ്രതിനിധിയാണ് പ്രിയപ്പെട്ട ആദിത്യൻ. അദ്ദേഹം ചേർത്തലയ്ക്കടുത്തുള്ള അരിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാപിതാക്കളായ അജയന്റെയും സജിതയുടെയും ഏക മകനാണ്. വീട്ടിൽ കൃഷി ചെയ്യാത്തതായ ഒരു സാധന സാമഗ്രിയും ആദിത്യൻ്റെതിൽ എല്ലാം ആദിത്യൻ കൃഷി ചെയ്യുകയാണ്. ആദിത്യനോട് കാർഷിക കാര്യം ചോദിച്ചാൽ അവൻ മനോഹരമായി ഒരു കൃഷി ഉദ്യോഗസ്ഥനെ പോലെ അതിനേക്കാൾ മികവോടുകൂടി പ്രിയപ്പെട്ട ആദിത്യൻ സംസാരിക്കും. ഞാൻ ആദിത്യൻ എടുത്തു പറയാനുള്ള കാരണം ഒരു ഒറ്റമുറി ചെറിയ ഷെഡിലാണ് ആദിത്യൻ താമസിക്കുന്നത്. ആദിത്യന്റെ വീട് കൃഷി വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പുനർനിർമ്മിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഹോർട്ടികോർപ്പിന്റെ ഇന്നൊരു പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത, ഹോർട്ടികോർപ്പിന്റെ പണം നൽകാത്തതുമായി പച്ചക്കറിയുടെ പണം സ്വീകരിച്ചു ഹോർട്ടികോർപ്പിന്റെ ഭാഗത്ത് നിന്ന് പണം നൽകാത്തതിന്റെ കാര്യം അവർ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി ഈ മാസം തന്നെ മുഴുവൻ പണവും കൊടുത്തു തീർക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള ഭാവനാ സമ്പന്നമായ പദ്ധതികൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഊന്നി അദ്ദേഹം പറയുകയുണ്ടായി. കാർഷിക മേഖലയിലെ എല്ലാ നൂതന പദ്ധതികൾക്കും ആത്മബലം നൽകുന്നതായ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏറെ ബഹുമാന ആദരപൂർവം ഈ വർഷത്തെ നമ്മുടെ മനോഹരമായിട്ടുള്ള കർഷക ദിനം ഏറെ പ്രയാസത്തോടു കൂടിയിട്ടുള്ള മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കർഷകൻ, അവരെ മണ്ണിന്റെ ചൂരും വിയർപ്പിന്റെ ഗന്ധവും ഉള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലും നാളെകളിലുള്ള കാർഷിക കേരളത്തിന്റെ അടിസ്ഥാന തല വികാസ പദ്ധതികൾ ഉൾപ്പെടെ എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഈ വർഷം 38 മേഖലകളിലുള്ള അവാർഡുകൾ നമ്മൾ തീരുമാനിച്ചു. ആ അവാർഡുകൾ മുഴുവൻ ഇവിടെ വിതരണം ചെയ്യും. ഓരോ അവാർഡിന്റെ പുറകിലും കഠിനാധ്വാനമുള്ള കർഷകന്റെ കരസ്പർശമുണ്ട്. ഈ വർഷം ഏർപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലുള്ള അവാർഡാണ്. ആ അവാർഡിന് അർഹനായിരിക്കുന്നത് പ്രിയപ്പെട്ട കേരളത്തിന്റെ നെല്ലച്ചൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുവയൽ രാമേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഏറെ ആദരവോടുകൂടി ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ വർഷത്തെ ചിങ്ങമൊന്ന് കർഷക ദിനം അഭിമാനപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മുദ്ര
സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണത്തോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഇന്നീ വേദിയിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, സംസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലനായ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T. സിദ്ദീഖ്, വേദിയിലുള്ള ബഹുമാന്യരായ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, കർഷക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആദ്യമായി ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഈ വർഷം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും എല്ലാം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ്. നമുക്ക് അന്നം തരുന്ന, പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന കർഷകരോടുള്ള നമ്മുടെ നാടിൻ്റെ ആദരം, ആ കാർഷിക വൃത്തിയോടുള്ള ഈ നാടിൻ്റെ ബഹുമാനം, അത് അവർക്കായി പ്രകടിപ്പിക്കുന്ന മനോഹരമായ സുദിനം കൂടിയാണ് ഇന്ന്. നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥാ മാറ്റം കാർഷിക കലണ്ടറിൻ്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. പണ്ട് കർഷകർ ക്ലോക്കില്ലാത്ത കാലത്ത്, സമയത്തിൻ്റെ കലണ്ടർ ഇല്ലാതിരുന്ന കാലത്ത് അവരാകാശത്തേക്ക് നോക്കി, നിഴല് നോക്കി, സൂര്യപ്രകാശം നോക്കി കാലാവസ്ഥയെ ഗണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരുടെ വാക്കിനപ്പുറം, അവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒരു മഴയും പെയ്യില്ല, ഒരു വെയിലും വരില്ല. അതിൻ്റെ മുന്നറിയിപ്പ് അവർക്കറിയാമായിരുന്നു. ഇന്ന് പക്ഷേ അതല്ല സ്ഥിതി. കാലാവസ്ഥ മാറ്റം ലോകത്തെ ആകെ കീഴ്മേൽ മറിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഇരകളാണ് കർഷകർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യത്തെ ഇരകളാണ്. കാരണം ആ കാർഷിക കലണ്ടർ, അവരുടെ മനസ്സിലുള്ള ധാരണകളൊന്നും അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഓരോ പ്രളയമുണ്ടാകുമ്പോഴും, ഓരോ വരൾച്ചയുണ്ടാകുമ്പോഴും അതിലെ ഏറ്റവും വലിയ ഇരകൾ പാവപ്പെട്ട കർഷകരാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക. നമുക്കറിയാം, നെൽകൃഷി പോലും
താളം തെറ്റിയിരിക്കുകയാണ്. നെൽ കർഷകർക്ക് കൃത്യമായ പ്രതിഫലം കിട്ടാറില്ലായിരുന്നു. നമ്മൾ ഈ ഗവൺമെൻറ് വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ നെൽ കർഷകർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. സർക്കാർ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും സർക്കാരിൻ്റെ മുൻഗണനകളിൽ ഒന്ന് കർഷകരാണ്, നെൽ കർഷകരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ പണം അനുവദിച്ചു. കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചകൾ നടത്തി, വ്യാപകമായ തരത്തിൽ ചർച്ചകൾ നടത്തി. അതിനൊരു പദ്ധതി, എല്ലാ പ്രാവശ്യവും അവർക്ക് നെല്ല് അളന്നു കൊടുത്താൽ ആ നെല്ലിൻ്റെ വില കിട്ടുന്ന ഒരു സംവിധാനം തീർച്ചയായും ഇനി ഉണ്ടാക്കും. രണ്ടാമത് റബ്ബർ കർഷകർക്ക് 200 രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ വില 250 രൂപയാക്കി ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. 300 രൂപയാക്കും, സംശയമൊന്നും വേണ്ട. ഒന്ന് ഇരിക്കുന്നതല്ല, നമ്മൾ ഇരുന്നപ്പോൾ നമ്മൾ 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കിയെങ്കിൽ 250 രൂപയിൽ നിന്ന് റബ്ബറിൻ്റെ വില 300 രൂപയാക്കാൻ ഉള്ള തീരുമാനവും സർക്കാർ നടപ്പാക്കും. കർഷകരെ കാർഷിക വൃത്തിയിൽ നിന്ന് പോകില്ല. അതുപോലെ പച്ചക്കറിയുടെ കാര്യത്തിൽ അതിനാവശ്യമായ പിന്തുണ കൊടുക്കാൻ, അതിൻ്റെ സംഭരണം കൃത്യമായി നടപ്പാക്കാൻ, ന്യായമായ വില കൊടുക്കാനൊക്കെയുള്ള പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കർഷകർ അവരുടെ വിത്ത് മുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ സഹായം ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് കൃഷി ഇറക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ നമുക്കറിയാം, പ്രളയം വന്നപ്പോൾ കൃഷിനാശമുണ്ടായാൽ തുച്ഛമായ നഷ്ടപരിഹാരമാണ് കൊടുത്തിരുന്നത്. ഈ ഗവൺമെൻറ് ഈ പ്രളയമുണ്ടായപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിച്ചു. ആദ്യമായിട്ടാണ്, കുറച്ചുകൂടി കൊടുക്കണമെന്നുണ്ട് കൂടുതൽ, ഇപ്പോഴത്തെ സ്ഥിതി കൊണ്ടാണ്. എങ്കിലും 25% അവർക്ക് കൂടുതലായി കൊടുത്തു. ഈ സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം ഈ 2-2.5 മാസങ്ങൾക്കുള്ളിൽ കൊണ്ട് ഈ ഗവൺമെൻറ് എടുത്തതാണ്. അത് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് കർഷകർ ഈ സർക്കാരിൻ്റെ മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ട് എന്നത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, അവർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, പ്രകൃതിക്ഷോഭങ്ങളുടെ, വന്യജീവി ആക്രമണങ്ങളിലെല്ലാം വല്ലാതിരിക്കുകയാണ്, അവർ പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം, മലയോരങ്ങളിൽ അവർക്ക് കൃഷി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. ഭൂമിക്കടിയിലുള്ള എല്ലാ കൃഷിയും പന്നി നശിപ്പിക്കുകയാണ്, ആന കയറുകയാണ്, വാഴ വയ്ക്കാൻ പറ്റുന്നില്ല, പ്ലാവ് വയ്ക്കാൻ പറ്റുന്നില്ല. തെങ്ങിൽ കയറി മഞ്ഞങ്ങ പരുവത്തിലാകുമ്പോൾ കുരങ്ങൻ നാളികേര ഇട്ടുകൊണ്ട് പോവുകയാണ്. പശുവിനെ കറന്നാണ്, പശുവിനെ വളർത്തി അതിനെ കറന്നാണ് കർഷകർ ഇപ്പോൾ പല സ്ഥലത്തും ജീവിക്കുന്നത്. വന്യജീവി ആക്രമണം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടി സഹായത്തോടു കൂടി ആധുനികമായ സങ്കേതങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപയാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോരത്തുള്ള കർഷക ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ഫലപ്രദമാക്കി പ്രാചീനമായ സംവിധാനങ്ങളെയും ആധുനികമായ സംവിധാനങ്ങളെയും കൊണ്ട് കൂട്ടിയിണക്കി ഏറ്റവും ഫലപ്രദമായ സംവിധാനം അവർക്കുണ്ടാകും. കർഷകരെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ടാകും. അതിനു വേണ്ടിയിട്ട് സംഭരണ പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ആലോചിക്കുകയാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മറ്റ് സമയങ്ങളിൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് അത് വിൽക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഗൗരവമായി ആലോചിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മോഡൽ, വലിയ സംഭരണ ശേഷി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന കാര്യം ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഭൂമി സംബന്ധമായ ധാരാളം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വിപ്ലവകരമായ നിയമങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് കാലം മാറി. ആവശ്യമായ ഭേദഗതികൾ ഭൂനിയമങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഗവൺമെൻറ് അതിനുശേഷവും പ്രഖ്യാപിച്ചു. കേരളത്തിലെ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. ആ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുമ്പോൾ പാവപ്പെട്ട ലയത്തിലുള്ള പാവപ്പെട്ട ഒരു പട്ടിണിയിലാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് അടുത്ത ജനറേഷൻ പിന്മാറുകയാണ്.
ആ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് വരിക. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാൽ ഒരു സംശയവും വേണ്ട. രണ്ടാം ഭൂപരിഷ്കരണം 2ാം ഘട്ടം ആരംഭിക്കുക. ആ നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തും. അവിടെ കണ്ടീഷനിലായി അവിടെ ടൂറിസം കൂടുതൽ തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും. ടൂറിസം തുടങ്ങുമ്പോൾ അവിടുത്തെ കാർഷിക വ്യവസ്ഥയെ ബാധിക്കാത്ത തരത്തിൽ, അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ ബാധിക്കാത്ത തരത്തിൽ അവിടെ ടൂറിസത്തിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ നമുക്കറിയാം, തെക്ക് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിൽ അവക്കാഡോ, റംബുട്ടാൻ തുടങ്ങി നിരവധി ഫ്രൂട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതേ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് കേരളത്തിൻ്റേത്. അതെല്ലാം ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇപ്പം മൾട്ടി ക്രോപ്സ് ഈ പ്ലാന്റേഷനുകളിൽ അനുവദിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കാൻ പോയാൽ, അതോടൊപ്പം ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ക്രോപ്പെല്ലാം വാല്യൂ അഡിഷൻ നടത്തി ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് കയറ്റുമതി ചെയ്യണം. ഈ വാല്യൂ അഡിഷൻ, കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം വാല്യൂ അഡിഷൻ ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി, അങ്ങനെ ആക്കിയാൽ അതിന് കേരള ബ്രാൻഡ് കൊടുക്കാൻ പോയാൽ, കേരള ബ്രാൻഡ്, കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ്. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറ്റുമതി ഇറക്കുമതി പരിപാടികൾ ആരംഭിക്കുകയാണ്. സംരംഭം തുടങ്ങിയ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാവാൻ പോവുകയാണ് ആ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങളായാലും മറ്റുൽപ്പന്നങ്ങളായാലും ഒളിയോർസൻസ് ആയാലും അതെല്ലാം ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ പകുതി ചെലവിൽ കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 1/3 സമയത്ത് കയറ്റുമതി ചെയ്യാൻ കഴിയും. അപ്പം ഇനി കേരള ഉൽപ്പന്നങ്ങൾക്ക് കേരള സർക്കാർ കേരള ബ്രാൻഡ് കൂടി കൊടുത്തുകൊണ്ട് കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, കർഷകരെ മറക്കില്ല ഈ ഗവൺമെൻറ്. കർഷകരെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്ത് അവർ ഈ നാടിൻ്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കർഷക ബന്ധുവായി ഈ ഗവൺമെൻറ് പ്രവർത്തിക്കും എന്ന വാക്ക് ഈ പുതുവർഷത്തിൽ നൽകിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നന്നായി പഠിച്ചെടുത്ത് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ കർഷക ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഇവിടെ അവാർഡ് ജേതാക്കളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിലെനിക്കൊരു വലിയ സന്തോഷം, ശ്രീ ചെറുവയൽ രാമൻ കൂടി ഇവിടെ ആദരിക്കപ്പെടുകയാണ്. അദ്ദേഹം നമ്മുടെ വിത്തുകളെല്ലാം സംരക്ഷിച്ച ആളാണ്. നിസ്സാരമായ നടപടിയല്ല അദ്ദേഹം എടുത്തത്. ഞാൻ പക്ഷേ അദ്ദേഹത്തിന് ഞാൻ 15 വർഷം മുമ്പ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള പ്രഥമ അവാർഡ് അദ്ദേഹത്തിന് നൽകിയാണ്. ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കർഷക അവാർഡ് കിട്ടിയ എല്ലാവരെയും, ആദിത്യനടക്കം എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വർഷങ്ങളായി മണ്ണിനോടും പ്രകൃതിയോടും പൊരുതി മികച്ച കാർഷിക മാതൃകകൾ സൃഷ്ടിച്ച കർഷകരെ ആദരിക്കുന്ന നിമിഷമാണിനി. 2025 വർഷത്തെ സംസ്ഥാന കർഷക അവാർഡുകൾ. ഈ വർഷം വിവിധ മേഖലകളിലെ മികവ് പരിഗണിച്ച് 38 വിഭാഗങ്ങളിലായാണ് സംസ്ഥാന കർഷക അവാർഡുകൾ സമ്മാനിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കാർഷിക മേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിത്വത്തെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായി ഇന്ന് ഈ വേദിയിൽ സമ്മാനിക്കുന്നു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്. കേരളത്തിന്റെ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. കാർഷിക മേഖലയ്ക്ക് നാളിതുവരെ നൽകിയ ശ്രേഷ്ഠമായ സംഭാവനകൾക്കുള്ള ആദരമായാണ് പുരസ്കാരം നൽകുന്നത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡിന് അർഹനായിരിക്കുന്നത് കേരളത്തിന്റെ നെല്ലച്ചൻ, വയനാട് കമ്മന ചെറുവയൽ സ്വദേശി പത്മശ്രീ ചെറുവയൽ രാമനാണ്.
കേരളത്തിന്റെ പരമ്പരാഗത നെൽവിത്തിനങ്ങളെ സംരക്ഷിച്ച് കാർഷിക പൈതൃകത്തിന്റെ കാവലാളായി നിലകൊള്ളുകയും കാർഷിക പാരമ്പര്യം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനായി ജീവിതം സമർപ്പിച്ച പത്മശ്രീ ചെറുവയൽ രാമനെ ആദരവും 5 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനായുള്ള ഈ അവാർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ സമ്മാനിച്ചു. അടുത്തതായി പത്മശ്രീ ചെറുവയൽ രാമന് ആദരസൂചകമായി സംസ്ഥാന കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന സെപ്റ്റംബർ 2026 ലക്കം കേരള കർഷകൻ മാസിക ശ്രീ ചെറുവയൽ രാമന് നൽകി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പ്രകാശനം ചെയ്യുന്നു. കേരള കർഷകൻ മാസികയുടെ പ്രകാശനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിന് ശ്രീ ചെറുവയൽ രാമനെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഹരിതഗാഥ പ്രകാശനമാണ്. അവാർഡ് ജേതാക്കളുടെ വിജയഗാഥ ഉൾപ്പെടുത്തി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്ന ഹരിതഗാഥയുടെ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ C അച്യുതമേനോൻ സ്മാരക അവാർഡാണ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ C അച്യുതമേനോന്റെ സ്മരണാർത്ഥം കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകുന്ന പുരസ്കാരമാണിത്. ഈ വിഭാഗത്തിലെ പുരസ്കാരം 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പങ്കിടുകയാണ്. കോഴിക്കോട് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത്, കണ്ണൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത്. 5 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി ആദ്യം കോഴിക്കോട് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ അവാർഡ് സമർപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളാണ്. അഞ്ച് ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി കണ്ണൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ അവാർഡ് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളാണ്. 5 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി കണ്ണൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് വാങ്ങിക്കഴിഞ്ഞവർ സ്റ്റേജിന്റെ വലതുവശത്തോടുകൂടി വേദിയിൽ നിന്നും ഇറങ്ങേണ്ടതാണ്. അടുത്തതായി ശ്രീ VV രാഘവൻ സ്മാരക അവാർഡ്. കേരളത്തിൽ ആദ്യമായി കൃഷിഭവനുകൾ സ്ഥാപിച്ച മുൻ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ VV രാഘവന്റെ പേരിലുള്ള ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൃഷിഭവനുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് പത്തനംതിട്ട കുറ്റൂർ കൃഷിഭവൻ. 5 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി പത്തനംതിട്ട കുറ്റൂർ കൃഷിഭവൻ അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയാണ്. അവാർഡ് സമർപ്പിക്കുന്നത്
ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ്. പ്രത്യേക അറിയിപ്പ്, വേദിയുടെ മുന്നിൽ നിൽക്കുന്നവർ തിരക്കൊഴിവാക്കണം. വിശിഷ്ടാതിഥികൾക്കും സമ്മാനം അവാർഡ് ലഭിക്കുന്നവർക്കും വേദിയിലേക്ക് കയറി വരാനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ്. അടുത്തതായി പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മിത്ര നികേതൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡാണ് നൽകുന്നത്. നെൽകൃഷിയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരമായ പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡിന് അർഹരായിരിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോട് നെന്മേനി നെല്ലുൽപാദക പാടശേഖര സമിതിയാണ്. 3 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി നെന്മേനി നെല്ലുൽപാദക പാടശേഖര സമിതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകനുള്ള പുരസ്കാരമായ സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡിന് അർഹനായിരിക്കുന്നത് തൃശൂർ തിരുവില്ലാമല സ്വദേശി ശ്രീ രാജനാരായണനാണ്. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ രാജനാരായണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിക്ക് മുന്നിലെ തിരക്ക് ഒഴിവാക്കേണ്ടതാണ്. അവാർഡ് വാങ്ങിക്കഴിഞ്ഞവർ വേദിയുടെ വലതുവശത്തോടുകൂടി ഇറങ്ങേണ്ടതാണ്. അതോടൊപ്പം അവാർഡ് വാങ്ങിക്കുന്നവർക്കായുള്ള വഴിയിൽ തടസ്സം സൃഷ്ടിക്കാതെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്